ചൂല് മഹാൻ പിന്നെ മിക്ക അടിച്ചാൽ പിന്നെ പിറ്റേ ദിവസം അടിക്കാൻ ഈർക്കിലി കാണില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു വഴി ഉണ്ടോന്ന് തന്നെ സംശയം. കാരണം ഒരു കാടിന്റെ ഉള്ളിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെ കണ്ണും പിടിച്ച് ഇവിടെ പോക്കാച്ചിരിക്കുകയാണ്. എത്ര പ്ലസാ? 10ാം ക്ലാസ് കഴിഞ്ഞോ? ആയോ? തലയിലും ഉണ്ട്. അടിക്കുമ്പോ നുള്ളണമെന്നാണ് പറയാ. അതുകൊണ്ട് നമ്മുടെ ആര് പറയും? അമ്മച്ചി പറയും. 2 ടൈപ്പ് മൂർക്കം പാമ്പാണുള്ളത്. ഒന്ന് സ്വർണ്ണ കളറും ഒന്ന് ബ്ലാക്കും. ഞാൻ ഉറുമ്പിന്റെ മസിലോരിടില്ലേ? ഉറുമ്പിന്റെ മസിലുണ്ട്. ഞാൻ ചൂലൊക്കെ ആയിട്ടതാ ഇറങ്ങിയിരിക്കുകയാണ് അടിക്കാൻ വേണ്ടിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ മോളെ ചൂല് വെച്ച് ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഏകദേശം ചൂലെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ മെമ്മറീസ് ഉണ്ട്. എനിക്ക് നല്ല മെമ്മറി ഉണ്ട്. കാരണം പറമ്പിക്കൂടി ഓടിയതിന് അമ്മ ഇതിന്റെ അടുത്ത് ചൂല് വെച്ച് 2 എനിക്ക് കട ഇട്ടിട്ടുണ്ട്. ആദ്യം ഓർക്കുന്ന ആളാണ്. അന്ന് മുതലേക്ക് ചൂലിനോട് ലവ് ആണ് സത്യം. വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അടിച്ചു വരാൻ വേണ്ടി പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം മിറ്റം അടിക്കണ്ടേ? അതെ. പ്ലാവല അമ്മച്ചി പറയും. എന്താ അല്ല കമന്ന് കിടന്ന പ്ലാവല തിരിച്ചിടാൻ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം അടിക്കാൻ വേണ്ടി അറിയാം. അതെ 2025 അല്ലേ? അതന്നെ, പുതിയ വർഷമല്ലേ. അപ്പൊ നന്നാവാന്ന് ഒന്ന് അടിച്ചു വാരിയേക്കാം. കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ ഇല്ല. അപ്പൊ ഇന്നെങ്കിലും ഒന്ന് അടിച്ചു വാരിയേക്കാന്ന് ഓർത്ത് ഞാൻ ചൂലൊക്കെ ആയിട്ടതാ ഇറങ്ങിയിരിക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗായ്സ് നിങ്ങൾക്കറിയാലോ, അപ്പൊ നമ്മുടെ നമുക്കത് അടിക്കാൻ വേണ്ടിട്ട് നടക്കാം. അപ്പം ഇവിടെ അടിക്കലിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാന്നറിയോ? അമ്മച്ചിക്ക്. വടിയും കുത്തിപ്പിടിച്ചായാലും അടിച്ച മിറ്റം ഞാൻ രാവിലെ മിറ്റം അടിച്ചിടും. എന്നിട്ട് അടിച്ച മിറ്റം കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മച്ചി വീണ്ടും വന്നു. ഇവിടെ മരങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരുപാട് മരങ്ങൾ, അതുകൊണ്ട് എപ്പോഴും കരികിലകളെ തന്നെ ഇഷ്ടംപോലെ കരികിലകൾ എപ്പോഴും വീണോണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതാ അപ്പൊ മഞ്ഞ പൂമരത്തിൽ പൂവുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പൂക്കളും ഇഷ്ടംപോലെ വഴിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുപാട് കരികിലകൾ ഒരു കാറ്റ് വീശുമ്പോഴേക്കും എല്ലാ മരത്തിന്റെയും കൂടി വഴി നിറച്ചാവും. അടിച്ചു വരുന്ന വെറുതെ നമ്മള് രാവിലെ അടിച്ചിട്ടാലും ആ വീട്ടിലായാലും കയറുമെന്ന് ഓർക്കും. നമ്മളിവിടെ ഇത്രയും പേരുണ്ടായിട്ട് ഒരു അടിച്ചിടാൻ പോലും ഒരാളില്ലാന്ന് പറയും. പക്ഷെ ഇതാണ് അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് മരങ്ങളായതുകൊണ്ട് ചോലകളായതുകൊണ്ടാണ് ഗായ്സ് നിറച്ച് കരിയില്ല. അപ്പോൾ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നിറച്ചൊരു കുഞ്ഞു കാറ്റ് വീശുമ്പോഴേക്കും കരികിലകൾ വീണ് വഴി മുഴുവൻ അടിക്കാത്ത പോലെ ആകും. അപ്പോൾ കയറി വരുന്നവർക്ക് നമുക്ക് അടിക്കില്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പറ്റുന്ന കാര്യമല്ലോ. എപ്പോഴും ചൂല് എടുത്താൽ പിന്നെ ഒരു റോബോട്ടിനോട് വെക്കേണ്ടി വരും അടിക്കാൻ വേണ്ടിയിട്ട്. സത്യമായിട്ടും. അപ്പം അതൊക്കെ പോട്ടെ ഗൈസ്. അപ്പം നമ്മൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അടിക്കുമ്പം ഒന്നും ഇല്ലാതെ നിങ്ങൾ കാണിക്കുന്നത് ബോറല്ലേ? എന്തെങ്കിലും കുറച്ച് ഉണ്ടായിട്ട് അടിക്കുമ്പോഴാണല്ലോ നമ്മുടെ ആര് പറയും? അമ്മച്ചി പറയും. പക്ഷെ അടിച്ചിട്ട് എത്ര വലിയ എക്സസൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളം കോരുന്നത്, പിന്നെന്താ അലക്കുന്നതൊക്കെ എക്സസൈസ് ആണെന്ന് പറയും. എന്നാ പിന്നെ എന്തുകൊണ്ട് എനിക്ക് മസിലില്ല? ഇതൊരു മസിലാണോ? മസിലാണ്. ഉറുമ്പിന്റെ മസിൽ ഒരിടില്ലേ? ഉറുമ്പിന് മസിലുണ്ട്. ഉറുമ്പ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഉറുമ്പ് എപ്പോഴും ജോലിയില്ല. അപ്പൊ ഉറുമ്പിന്റെ കാര്യമൊക്കെ അവിടെ കിടക്കണം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടിച്ചു വരാൻ വേണ്ടി പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ പണി. പിന്നെ വേറൊരു കാര്യം കഴിക്കുക, അടിച്ചു വാരി ലാസ്റ്റ് ചൂലില് ഈർക്കിലുണ്ടാവില്ല. അതാണ് മെയിനായിട്ട് അമ്മച്ചി ഞങ്ങളെ കൊണ്ട് അടുപ്പിക്കാത്തതിന്റെ വലിയൊരു രഹസ്യം. നമ്മുടെ ഈ ഈർക്കില ഉണ്ടാക്കുന്ന ടൈമിൽ, അതായത് ഈർക്കിലൊക്കെ കീറി ചൂലുണ്ടാക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അമ്മച്ചി ഇരുന്ന് കീറി ഈർക്കിലുകൾ ഉണ്ടാക്കി. 100 പറയാം. കൊറേ പല ടൈപ്പ് ചൂലുകൾ അമ്മച്ചി ഉണ്ടാക്കി വെക്കും. ഞാൻ അടിക്കാൻ വേണ്ടി കൊണ്ടാവും. ലാസ്റ്റ് ഒരു ചൂലിൽ വള്ളിയിൽ ഒരു ഈർക്കിലായിട്ട് വരുന്ന ആളാ. അടിക്കുന്നിടത്തോടെ മുഴുവൻ വഴി നിറച്ചതാ. എന്താണ് നമ്മുടെ ഈർക്കിലായിരിക്കും. പിന്നെ അത് പെറുക്കാൻ പുറകെ ആല് നടക്കണം. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് എന്താണ് അടിക്കാൻ വിടാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഈ പിള്ളേരും അടിക്കില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ ഇന്നങ്ങ് നികത്താം. നേരെ എന്ത് ചെയ്യാം? അടിച്ചു വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വഴിയിലേക്ക് പോകാം. അപ്പം മുറ്റം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്തിടും. അപ്പോൾ വഴിയാണ് ഫുള്ളും എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ. ലെറ്റ്സ് ഗോ.
ഗായ്സ്, അപ്പം നിങ്ങൾക്ക് നമ്മുടെ വഴീൻ്റെ അവസ്ഥ എന്താന്ന് കാണണോ? വരൂ ഗൈസ്. അപ്പൊ ഒരുപാട് മഞ്ഞപ്പൂക്കളുകൾ. വലിയൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാല് ഈ പൂ വീണ് കഴിഞ്ഞാൽ അടിക്കാൻ തോന്നില്ല. അതാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കൂടിയാണ് നിറച്ച് കരിയില, അടിക്കാതെ നമുക്ക് പോവാൻ പറ്റില്ല. അപ്പൊ ഈ പൂ സത്യം പറഞ്ഞ പൊട്ടനാണ്. കാരണം ഈ പൂ ഓണക്കാലത്ത് ഉണ്ടാവുന്ന പൂവാണ്. ഓണത്തോണ്ടാവാതെ ഇപ്പൊ ഉണ്ടായേക്കുന്നുണ്ടല്ലേ, ഇപ്പൊ ഉണ്ടാവാത്ത പൂവാ അല്ലേ? അതെ അതെ അതെ, എന്തൊരു അത്ഭുതം നോക്കാം. കണ്ടില്ലേ? മരത്തിന് തോന്നിയ പോലെയാണ് പൂക്കൾ പൊഴിക്കുന്നത്. സത്യമായിട്ടും. പിന്നെ ഒരു കാര്യം, ഇവിടെ തൊട്ടടുത്തുണ്ട് ഒരു വലിയ റബ്ബർ മരം നിൽപ്പുണ്ട്. അപ്പൊ ഈ റബ്ബർ മരത്തിലെ ഇലകൾ ഫുള്ള് കൊഴിയാണ്. സാധാരണ ഡിസംബറിലായിരുന്നു ഇത് കൊഴിയുന്നത്, പക്ഷെ ഇപ്പോഴാണ് ഇത് കൊഴിയുന്നത്. കൊഴിയുന്നോണ്ട് തന്നെ ഒറ്റ കാറ്റിന് കണ്ടില്ലേ, ഇന്നലെയൊക്കെ ഇത് അടിച്ചിട്ടെന്ന് പറയുവോ? ഇല്ല, ആൾതാമസമില്ലാത്ത വീട് പോലെ. അതാണ് ഞങ്ങളുടെ കഴിവ്. അതന്നെ. അപ്പൊ സത്യം പറഞ്ഞാല് ഇവിടേക്ക് ഒരു വഴി തന്നെ, ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു വഴി ഉണ്ടോന്ന് തന്നെ സംശയവും. കാരണം ഒരു കാടിന്റെ ഉള്ളിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വഴിയുണ്ടോ, ഇവിടെ ഒരു വീടുണ്ടോന്ന് തന്നെ എല്ലാവർക്കും ഡൗട്ടാണ്. പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തില് വഴിയാണ്. മനസ്സിലായല്ലോ? എല്ലായിടത്തോടെ വഴിയാണ്. നാട്ടുകാരടക്കം കയറി നടന്ന് വഴി ഉണ്ടാക്കി തരുന്നുണ്ട്. അയ്യോ, ആ ചെടി എന്താ ഉണങ്ങിപ്പോയോ? അതാ അത്. ഈ ചെടി 5-6 വട്ടമായിരുന്നോ? അതെങ്ങനെ ഇത് ഇങ്ങനെ ഉണങ്ങിപ്പോയത്? അറിയത്തില്ലല്ലോ. ഇന്നാണ് വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. വല്ലവരും ഉണക്കിയതാണോ? എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്ക് നമ്മുടെ 2-3 മരങ്ങളൊക്കെ ഉണക്കി കളഞ്ഞ ചരിത്രമുണ്ട് നമ്മുടെ വീട്ടിലില്ല. ആ തെങ്ങും പിന്നെ നമ്മുടെ താഴത്തെ മരമൊക്കെ. സത്യമായിട്ടും കാഴ്ച അങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു CCTV ക്യാമറ വെക്കണം എന്നാണ് നമ്മളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും വേണ്ടി വരും. കണ്ടോ ഗായ്സ്, മാത്രം കരിയിലകളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലാവുണ്ട്. ഇവിടേക്ക് നിങ്ങൾ നോക്കൂ, മൊത്തത്തിൽ കാടാണ്. അപ്പം ഇതിൻ്റെ ചോലകൾ മുകളിലേക്ക് കണ്ടോ? ഈ ചോലകൾ നമ്മുടെ വഴിക്കേക്കാണത്. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവിനധികം ഇലകളില്ല. ഇപ്പം ഈ റബ്ബറിൻ്റെ ഇലകൾ ഉണങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും കരിയിലകൾ ഇവിടെ വരാനുള്ള ചാൻസ് കൂടുതൽ. സാധാരണ നമുക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചാൽ മതി, കാരണം കരിയിലകൾ ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം എന്താ പറയുക, നമ്മുടെ റബ്ബർ മരത്തിലെ ഇലകൾ പൊഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുമ്പോഴും അടിക്കണം. സത്യമായിട്ടും. കാരണം ഒരു കാറ്റ്, കുഞ്ഞൊരു കാറ്റ് വീശുമ്പോഴേക്കും എന്താകും, ഫുൾ ഇലകൾ നമ്മുടെ ഈ വഴി നിറച്ചാകും. അപ്പം എന്താ പറയുക, നമ്മൾ ഈ എന്താ പറയുക, എല്ലാവരും പറയും രാവിലെ എഴുന്നേറ്റ പാടെ കുളിച്ചിട്ട് അടിക്കണം, നമ്മൾ വൃത്തിയാക്കിയിട്ടാണെന്ന് പറയാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂമുഖം നമ്മൾ എപ്പോഴും വൃത്തിയാക്കണം. രാവിലെ എഴുന്നേറ്റ് പാടെ നമ്മുടെ പൂമുഖം, അതായത് നമ്മുടെ തിണ്ണയും മുറ്റവും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വൃത്തിയാക്കി എഴുന്നേറ്റ് പാടെ അടിച്ചിടണം. പിന്നെ ബാക്കിയുള്ള വഴിയൊക്കെ അതൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. പക്ഷെ നമ്മുടെ പൂമുഖം എപ്പോഴും വൃത്തിയാക്കിടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അപ്പോൾ അത് ശീലിക്കുക. ഞാൻ ശീലിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾക്ക് മാത്രം എഴുതി കിട്ടിയൊരു ജോലിയാണ് അടിച്ചു വാരലെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. എന്താ പറയാ, എല്ലാ ജോലികളും എല്ലാവർക്കും ചെയ്യാം. ഫുഡ് ഉണ്ടാക്കലായാലും അതെ, അടിച്ചു വാരല്, വെള്ളം കോരല്, ഏത് ജോലിയും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മിറ്റടിക്കൽ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് എഴുതി കിട്ടിയ ജോലിയാന്നുള്ള ഒരു രീതിയിലും കാണുന്നുണ്ട്. അപ്പം ഞാൻ പെണ്ണല്ലല്ലോ, അപ്പം ഞാനാണല്ലോ, അപ്പം ഞാൻ അടിക്കുന്നുണ്ടല്ലോ. മുറ്റടിക്കാൻ വേണ്ടി പോകാം തന്നെ. അപ്പൊ നമ്മുടെ വഴി നമുക്ക് അടിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അടിച്ചു വരുമ്പോ ഈ ചൂലിന്റെ അറ്റം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നല്ല സ്ട്രെങ്ത്തില് അങ്ങനത്തെ ചൂലാണ്, കുറ്റിച്ചൂൽ നമ്മൾ പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ചൂല ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കുറ്റിച്ചൂല് നല്ല ഒരെണ്ണമുണ്ട്, അമ്മച്ചി എടുത്തുകൊണ്ട് പോയി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, പിന്നെ അടിക്കാൻ വന്നാലാണ് പണി കിട്ടുക. അപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് മുഴുവൻ അമ്മച്ചിക്ക് അടിച്ചുകൊണ്ട് നടക്കില്ല. ഞങ്ങൾ എത്ര പറഞ്ഞാലും അമ്മച്ചി കേൾക്കും. അടിച്ച സ്ഥലം അമ്മച്ചി വീണ്ടും 3-4 പ്രാവശ്യം പോയിട്ട് അടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കാട്ട് പറയും, അയ്യോ എനിക്ക് വയ്യെന്ന്. ഞാൻ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല വഴക്കം കേൾക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇപ്പൊ ഒന്നും മിണ്ടാറില്ല അധികം. പറഞ്ഞാൽ കേൾക്കൂല, പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വഴക്ക് കേൾക്കും. എന്തിനാ വെറുതെ വായിലിരിക്കുന്ന വഴക്ക് കേൾക്കുന്നത്? പിന്നെ അതെനിക്ക് ശീലമാണ്, കേട്ട് ശീലം, കുഴപ്പമില്ല. എന്നും ഇത്രയും കേൾക്കണം, എന്നാലാണ് എനിക്ക് സമാധാനമുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി, അമ്മച്ചിക്ക് എന്നെ വഴക്കുറങ്ങില്ല, ഉറക്കം വരില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ മുറ്റം അടിച്ചു തുടങ്ങാം. അപ്പൊ ഇവിടേക്ക് മൊത്തം വഴി സോറി വഴി. അപ്പൊ ഇവിടേക്ക് മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, പ്ലാവ് കണ്ടില്ലേ കൈ, പ്ലാവിന്റെ ഇലയാണ്. ഇങ്ങനെ കുനിഞ്ഞടിക്കണം എന്നൊക്കെ ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നിന്നടിക്കാം. നല്ല ചൂലുണ്ടെങ്കിൽ നന്നായി അടിച്ചാൽ വേഗം പോവും. അത് തന്നെ ചൂലിന്റെ ഗുണം പോലെ ഇരിക്കും കേട്ടോ അടിച്ചു സത്യമായിട്ട്. ഇത് നമ്മളെ ഹോം മെയ്ഡ് ചൂലാണ്. അപ്പൊ ചൂലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാട്ടോ. അതിനൊക്കെ ഒരു ടൈം ഉണ്ട്. ചൂല് അതുപോലെ വീശുപാള, വീശുപാള, അതായത് ചൂട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീശാൻ വേണ്ടിയിട്ട് ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വീശാൻ വേണ്ടിയിട്ട് പാളയും കൊണ്ട് നമ്മൾ വിശറി കയ്യിലെ കൊണ്ട് അടക്കാൻ പറ്റുന്ന ടൈപ്പ്. വിശറി ഉണ്ടാക്കും. അമ്മച്ചിയാണ് കേട്ടോ അതിന്റെ എല്ലാം മെയിൻ ആള്. പിന്നെ അതുകൊണ്ട് പറ്റിയിട്ട് പാളയം കൊണ്ട് നമ്മള് ഇതുണ്ടാക്കൂലേ, എന്താ കുടം, വെള്ളം പിടിച്ചു വെക്കുന്ന സാധനം, തൊപ്പി ഉണ്ടാക്കും, പ്ലേറ്റ്, സംഭവങ്ങളുണ്ട് അല്ലേ. ഇത്ര തന്നെ അടിച്ചപ്പോഴേക്കും എന്റെ കൈ ഒടിഞ്ഞിട്ട്. അപ്പൊ അമ്മച്ചി ഈ വീടിന്റെ ചുറ്റും അമ്മച്ചി അടിച്ചോളൊക്കെ നമുക്ക് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് അടിക്കണം. അടിച്ചതും അടിക്കാത്ത ഒരേപോലെ പാടില്ല. അടിച്ചത് എങ്ങനെയാ അടിക്കാത്തത് നമ്മൾ കറക്റ്റ് അടിച്ചു ചെയ്യണം. അടിച്ച് നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മളെ പ്ലാവിലകൾ ഇതിങ്ങനെ മറിഞ്ഞു കിടക്കുക. അപ്പൊ മറിഞ്ഞു കിടക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര ആയാലും വരില്ല. അപ്പൊ ഇതിങ്ങനെ മലത്തിയിട്ടിട്ട് അടിക്കുവാണ്. കണ്ടോ, സിമ്പിൾ. അപ്പൊ ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അമ്മച്ചി പറയാറ്. ദൃശ്യാവിഷ്കാരം. നമ്മൾ എന്നും അടിക്കും, എന്നും അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം അടിച്ചില്ല എന്ന് ഓർക്കും. അപ്പോഴേക്കും പറയും ഈ പിള്ളേർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിവാണ് ഞങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ ഞങ്ങൾ 3 പേരും ബെസ്റ്റ് ആണ്. അപ്പൊ എന്താ പറയാ, ഈ മഴ പെയ്ത് കിടക്കുന്ന ടൈമിൽ എനിക്ക് അടിക്കുന്ന കാര്യം ഇഷ്ടമാണ്. അയ്യോ, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് വരണം. കാരണം മണ്ണിൽ ഈ ഉള്ള പ്ലാവല മറ്റേലേക്ക് ഇങ്ങനെ പൂട് കിടക്കും. എന്നിട്ട് മണ്ണും കൂടി ആയി കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കുമ്പോ വരില്ല. ചൂലും കൊണ്ട് കാലം കൊണ്ട് എന്തെങ്കിലും പറ്റും. പിന്നെ ഇപ്പൊ വേനൽക്കാലം ആവുമ്പോ പിന്നെ സിമ്പിളാ. അതെ അതെ അതെ, എല്ലാം ഉണങ്ങിയതാ. ഇങ്ങനെയാണോ കഴിയുമ്പോഴേക്കും ഹൂന്നും പറഞ്ഞോ. അപ്പൊ ഞാൻ ഒരു കാറ്റ് മനുഷ്യനാണ്. എനിക്ക് ഹൂന്നുള്ള ഒറ്റ കാറ്റിങ്ങനെ എല്ലാ കരയിലും കൂടി പറന്നു പോകുന്ന ഫാൻ കൊണ്ടുവച്ചാ പോരെ. പിന്നെ ഇങ്ങനെ വീശി കൊടുത്തായിരുന്നു കരകിലെല്ലാവരും ഒറ്റ സ്ഥലത്ത്. അപ്പൊ നമ്മളെങ്ങനെ അതെ, മഴക്കാലത്ത് തൂമ്പയും കൊണ്ട് ഇറങ്ങിയാൽ മതി അടിക്കുന്നതിന് പകരം. കിളക്കലാണ് ഏറ്റവും നല്ലത്, കാരണം പോവില്ല. അനുഭവം ഗുരു. അതെ, അനുഭവം ഗുരുവാണ്. അപ്പൊ ഗായ്സ്, നിങ്ങളും നിങ്ങളുടെ പൂമുഖവാതിൽക്കലെല്ലാം വൃത്തിയാക്കി വെക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, എല്ലാവരും മിക്സ് അടിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും ബാധകമൊന്നുമല്ല. എപ്പോഴും എല്ലായിടത്തും വൃത്തിയായി കിടക്കണം നമ്മൾ വിചാരിക്കുക. സരസ്വതി വരും എല്ലായിടത്തും. അപ്പൊ ഞാനിപ്പോ ഈ മിക്സിങ് അടിച്ചിട്ടു. ഇനി ഞാൻ വൈകുന്നേരം ആകുമ്പോഴും കൂടി ഇതിന്റെ വ്യൂ ഞങ്ങൾക്ക് ആണ്. എങ്ങനെ എന്താവും നമ്മുടെ ചുറ്റ്. ഇവിടെ നോക്ക്, പുതിയ പ്ലാവ്. ഇപ്പൊ നമ്മുടെ പ്ലാവിന്റെ വേരാണ് നമ്മുടെ ഈ വഴിക്കേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഏത് പാതിരാത്രിക്ക് ഏത് പാതിരാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വഴി കണ്ണടച്ച് പോയി എനിക്ക് പോകാൻ പറ്റും. കാരണം മൊത്തം കാണാപ്പാടല്ലേ. അപ്പൊ വഴിക്ക് തന്നെ ഒരു അടിപൊളി പ്ലാവ് ഉണ്ടാവുന്നുണ്ട്. എന്ത് രസം, സോഫ്റ്റ് ഇലയാണ്. അപ്പൊ ഈ വേരുണ്ട്, ഈ പ്ലാവിന്റെ വേരാണ് ഈ പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയ മരം വന്ന് എങ്ങനെ ഉണ്ടാവുമായിരിക്കും ഗൈസ്, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ കൂടി ഒരു മരം ആയി കഴിഞ്ഞാൽ മരത്തിലൊന്നും ഇടിക്കും കൂടി നമുക്ക് ചെയ്യാം. രാത്രിക്ക് വഴി തെറ്റുമില്ല. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മളൊന്നിനെ കളയുന്നില്ല, എല്ലാത്തിനും അവിടെ പ്രൊട്ടക്ട് ചെയ്യണം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലാവിന്. അത് നന്നായി ഉണ്ടാവോ? നന്നായി ഉണ്ടാവും എന്തായാലും. അപ്പൊ കണ്ടോ, ഈ പ്ലാവിന്റെ വേരാണത്. ഈ പ്ലാവിന്റെ വേരാണ്. കണ്ടാ പറയല്ല, ഇത്ര വേറെ കൊണ്ടെന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതല്ല, നമുക്ക് ഒത്തിരി അടിക്കാനുണ്ട്. അപ്പൊ ഈ അടിച്ച കരികിലകൾ മുഴുവൻ നമ്മൾ ആ സ്ഥലത്ത് കൂട്ടിയിടുക ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ കുറേ കരികിലയാകുമ്പോൾ നമ്മൾ കരികിലകൾ കൂട്ടിയിട്ട് ഇച്ചിരി കത്തിക്കാറുണ്ട്. പിന്നെ കരികിലകൾ സത്യം പറഞ്ഞാൽ കത്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ നമ്മുടെ മരത്തിൻ്റെ ഒക്കെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞ ഒരു ജൈവ വളമാണ്. മഴയും കൂടെ പെയ്യുമ്പോൾ അത് വളം, അത് മണ്ണിനോട് തന്നെ ലയിച്ച് തരും. അപ്പം നല്ല വളമുള്ള മണ്ണായി മാറും. അതുകൊണ്ട് തന്നെ കരികിലുകൾ നമുക്ക് കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കത്തിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഫുള്ള് നമ്മളിത് അങ്ങോട്ടേക്ക് കൂട്ടിയിടും. മഴ ആയി കഴിയുമ്പോഴേക്കും എന്താവും, ഫുള്ളത് മണ്ണിനോട് ലയിച്ച് അങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നു, അടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കാറ്റങ്ങ് വരും. എന്നിട്ട് എന്താക്കും, ഈ അടിച്ചതൊക്കെ കൂടി മുകളിലേക്ക് കൊണ്ടിടും. ദൈവമേ, എനിക്ക് അത് വരുമ്പോൾ എനിക്ക് കലിപ്പ് വരും. അപ്പോൾ ആ കാറ്റിന് ഞാൻ വഴക്ക് പറയും കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വഴി പോലും കാണുന്നില്ല. വഴി ഏതാണ്, ഇതെന്താ, നിങ്ങളൊന്ന് അടിച്ചതൊന്നും നിങ്ങൾ ഭാഗങ്ങൾ നോക്കി വെക്കും. അവിടെ ഫുള്ള് കരികില്ല. ഇവിടെ എത്രമാത്രം വൃത്തിയായി കിടക്കുമോ നിങ്ങൾ കണ്ടോ? സത്യമായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അമ്മച്ചി 3 പ്രാവശ്യം അടിക്കുന്നതിന് എന്താ
അടിച്ചടിച്ച് ഇവിടെ വരെ ആയിട്ടുണ്ട്. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ചൂട് എടുത്ത് ഈ റോഡ് സൈഡിൽ വന്ന് നിൽക്കുമ്പോഴേക്കും രാവിലെ അടിക്കാൻ വരുവാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് അടിക്കാൻ ഇറങ്ങി വഴിക്കൂടി പുല്ലരിയാൻ പോകുന്നവരും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ഉണ്ടാവും. കാണുന്നവരൊക്കെ പിന്നെ നമ്മളെ പിടിച്ച് നിർത്തി ചോദ്യമല്ലേ, എന്താ ചെയ്യുന്നേ, എപ്പോഴാ ഇന്ന് ചോദിച്ചാലും പിന്നെ നാളെ അതേ ചോദ്യം തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ വഴി അടിക്കാൻ വരെ സത്യം പറഞ്ഞ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് ചൂട് വേഗം അടിച്ചോടും. പിന്നെ അവിടെ വരെ എത്തിക്കിട്ടേ കുഴപ്പമില്ല. അതൊക്കെയാണ് തമാശകൾ. ഒരു വലിയ കിണ്ണാണം. അതെ, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ കിണ്ണാണം. നമ്മൾ ആരും അവരുടെ കാര്യം ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അത് തന്നെ ചേച്ചിമാരെ കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്തോ ഒരു ഇതാണ്. അത് തന്നെ, അത് വലിയൊരു ഇതാണ്. ആ ഇതെങ്ങനെ പറയുന്ന അറിയില്ല. അനുഭവിച്ചിട്ടുള്ളൊരു കമന്റ് കേട്ടോ. സത്യം. ഈ കൈ കൊണ്ട് അടിച്ചടിച്ച് എനിക്ക് കൈവേദന എടുക്കണം. 10th-ലും +2-ലും ആണെങ്കിൽ പിന്നെ പറയണ്ട, നമുക്ക് A+ന്റെ കാര്യം പറയണം. ഫ്ലെക്സ് വെക്കണ്ടേ? എത്ര A+ആ? എത്ര A+ആ? 10ാം ക്ലാസ് കഴിഞ്ഞോ? 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 +2 ആയോ? +2 ഏതാ സബ്ജക്റ്റ്? അതെ, എവിടെയാ പഠിക്കുന്നേ? അയ്യോ അയ്യോ അയ്യോ, പിന്നെ രക്ഷയില്ല. അങ്ങനെ ഓരോരോ അവസ്ഥയാണ് അല്ലേ, ബിഗ് അവസ്ഥ. അതെ, ഇടയ്ക്കാണെങ്കിൽ കല്ലൊക്കെ എടുത്ത് നമുക്ക്. അപ്പൊ നമ്മൾ എന്താ പറയാ ചെയ്യാ, എന്നാലും നമ്മൾ +2-ലായിരിക്കും പഠിക്കുന്നത് അല്ലേ? ഞങ്ങളിപ്പോ +1 ആ. എത്ര A+ആ? ഞാൻ +2 എത്തില്ലല്ലോ. കഴിഞ്ഞ നമ്മളാണേ +2 എത്തില്ലല്ലോ, ഞാൻ +1 അല്ലേ. ബിഗ് യെസ്, ഗോൾഡ്. അടിച്ചടിച്ചടിച്ച് ഈ കൈവേദന എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ വലത്തേ കൈ അല്ലേ പണിയെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടത്തേ കൈ ഓർക്കും, നീ എന്താടാ പണിയെടുക്കാത്തേ, അല്ല നീ എപ്പോഴും പണിയെടുക്കല്ലേ, അതിനൊക്കെ അങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വലത്തേ കൈ പറയണം, നിനക്ക് ഇപ്പം കാണിച്ചു തരാടാ, എനിക്ക് വേദന എടുക്കുന്നു. അപ്പോൾ വലത്തേ കൈ അല്ല ഇടത്തേ കൈ, അയ്യോ എനിക്ക് പണി കിട്ടിയില്ലോ, ഞാൻ വലത്തേ കൈ, നീ പണിയെടുക്കടാ. അപ്പോൾ ഇടത്തേ കൈ, ഞാൻ പണിയെടുക്കട്ടെ. ഒരു ഇത് വരില്ല, പക്ഷെ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുമ്പോ നമ്മൾ വരുത്തണം. രണ്ട് കൈയും കൊണ്ട് നമ്മൾ തുല്യമായി പണിയെടുപ്പിക്കണം. എപ്പോഴും പാർഷ്യാലിറ്റി പാടില്ല, വേദന എടുക്കും അല്ലേ? അത് തന്നെ. പാവം നമ്മുടെ വലത്തെ കൈ അത് തന്നെ, എല്ലാ കാര്യങ്ങളും വലത്തെ കൈ വേണം ചെയ്യാൻ. ഇടതിനെ നോക്കിയിരുന്നെങ്കിൽ ഇളിച്ചാ മതിയല്ലോ. അതല്ലേ, അപ്പൊ നമ്മുടെ ഇടത്തെ കൈക്ക് ഇങ്ങനെ പണികളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കൊടുക്കണം അല്ലേ വാവാറ്റേ? അമ്മച്ചി നോക്കി ഇവിടെയും കൂടി അടിച്ച് വൃത്തിയാക്കിട്ടേക്കുവാണ്. എന്റെ ദൈവമേ, നമുക്ക് പറമ്പും കൂടി അടിച്ച് തളിക്കാത്ത കുഴപ്പവും കൂടി ഉള്ളു. അപ്പൊ എന്തായാലും കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം. കാപ്പിക്കുരൊക്കെ ഇല്ലേ? കാപ്പിക്കുരു ഇല്ലേ? കാപ്പിക്കുരു പറിക്കണം നമ്മൾ ഓർത്താണ് ഗായ്സ്, പക്ഷേ ടൈം കിട്ടിയില്ല. അതെ അതെ, കണ്ടോ ഇടത്തേക്കായി വേഗം മടുക്കുന്നുണ്ട്. ഭയങ്കര മടിയനാട്ടോ. ഭയങ്കര മടിയാണ്. അങ്ങനെ പോയാ പറ്റില്ലല്ലോ, അങ്ങനെ പോയാൽ പറ്റുന്ന കാര്യമല്ല. നമ്മളോടാണോ കളി? അതന്നെ, നമ്മുടെ ശരീരത്തിലുള്ളതല്ലേ, എങ്ങനെ നമ്മളെ ക്ഷയിക്കണം, അതാണ് അവസ്ഥ. അതെ, പിന്നെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആ വേദന നമുക്കൊരു എന്താ പറയാ, അത് തന്നെ അടിച്ചടിച്ചടിച്ചോടെ തഴമ്പാകും, ആ തഴമ്പ് ഒരു ശീലമാകും. അതെ, പിന്നെ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നടുവേന ഉണ്ടാവും. ഓവറായി നമ്മൾ കുനിയുമ്പോഴാണ് നടുവേന വരുന്നത്. അതുകൊണ്ട് അധികം കുനിയാൻ നിക്കണ്ട. അതാ ഇവിടെ വാടാ. ഓ, അവന് വലിയ അപ്പൊ ഗായ്സ്, നമ്മൾ അടിച്ച ഭാഗം നോക്കിയൊക്കെ, ഇവിടെ അടുത്ത കരികില വന്ന് നടക്കുന്നു. അപ്പൊ എന്റെ ഒരു കാര്യം തന്നെ എല്ലാം ഭയങ്കര വൃത്തിയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓവർ പെർഫെക്ഷൻ അതെന്റെ ഒരു ഇതാണ്, വീക്ക്നെസ്. അതെ അതെ. അപ്പൊ നിങ്ങൾ അടിച്ച ഭാഗം അടിക്കാത്ത ഭാഗം തമ്മിലുള്ള വ്യത്യാസം നോക്കി. എന്തൊരു ചപ്പും ചവറുമാണ്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിടാൻ പാടില്ല എന്ന് വെച്ച് പറയും. കാരണം അവിടെ നെഗറ്റീവ് എനർജി കയറിയിരിക്കും, ചീത്തയാന്ന് പറയും. അതുപോലെ പിന്നെ ഇഴജന്തുക്കളൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയിടുമ്പോ അതിന്റെ ഉള്ളില്, കാരണം തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട്. കറക്റ്റ്. അതുപോലെ വേറൊരു സീക്രട്ടും കൂടി ഉണ്ട്. നിങ്ങൾ ഇവിടെ കണ്ടോ, ഒരു നല്ല ബീജിയം ഇട്.
ഗായ്സ് ആക്ച്വലി ഇവിടെ എന്താ അറിയോ, ഇവിടെ ഒരു കരിമൂർക്കനുണ്ട്. അപ്പൊ നമ്മുടെ മൂർക്കൻ പാമ്പ് കണ്ടില്ലേ ഉള്ളത് ഉള്ളിലാണ്. എന്താ പറയാ ബെസ്റ്റ് അയ്യോ, ഫ്രണ്ട് ആണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പൂച്ചകളുടെയൊക്കെ പുഞ്ചിരിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. സത്യമായിട്ടും അത് നമ്മുടെ മുമ്പിലേക്ക് എപ്പോഴും വരില്ല. ചിലപ്പം അതിനെ കണ്ടിട്ടിപ്പോ ഒത്തിരി വർഷങ്ങളായി. പണ്ടങ്ങാണ്ട് എപ്പോഴും ഇതിവിടെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പിന്നെ നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്തല്ലേ പുഞ്ചിന്റെ കൂടെ വന്നത്. അത് വേറെയാ. ഇവിടുത്തവൻ അത് അവിടുത്തവൻ എല്ലാരും ഉണ്ട് കേട്ടോ. അതെ, പക്ഷെ നമ്മൾ ഇതുവരെ എന്തെങ്കിലും ചെയ്യാനൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെ ഉപദ്രവിച്ചിട്ടില്ല, അത് നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. നമ്മളവരെ ഉപദ്രവിക്കരുത്. കാരണം ആക്ച്വലി നമുക്ക് നമ്മളെ അവർക്ക് പേടിയാണ്. പിന്നെ നമ്മൾ ഒരു ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക. വേറെ വല്ലവരും പറമ്പിലൊക്കെ കയറുമ്പോഴാണ് കേട്ടോ പിന്നെ നമുക്ക് പേടി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് മനുഷ്യന്മാരാണ് സത്യം. അത് മാത്രല്ല മൂർഖൻ പാമ്പ് നമ്മളോട് ഇഷ്ടമാണെന്ന് ഓർത്തിട്ട് വേറെയുള്ളവരോട് ഇഷ്ടമാവണമെന്നില്ല. നമ്മൾ പിന്നെ കണ്ട് പരിചയമാണ്. ഗൈസ് ആക്ച്വലി ഇവിടെ 2 ടൈപ്പ് മൂർക്കൻ പാമ്പാണുള്ളത്. ഒന്ന് സ്വർണ്ണ കളറും ഒന്ന് ബ്ലാക്കും. ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് ഇവിടെയാണ്. അതിനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി. പിന്നെ ഉള്ളത് സ്വർണ്ണ കളറുള്ളത് നമ്മുടെ ആ പറമ്പിലാണ്. അത് വളരെ വലുതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ പുഞ്ചിരി അതിനോട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സത്യമായിട്ട് ഞെട്ടിപ്പോയി. ദൈവമേ, പുഞ്ചിരി അതിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മൂർഖൻ പാമ്പിൻ്റെ കൂടെ. അത് നോക്കുമ്പോൾ തലയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ പത്തി ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുഞ്ചി ഭയങ്കര കളി. പുഞ്ചിക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് വേഗം പോവാണ്. നമ്മളൊന്നും ചെയ്യാനോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഈ പറമ്പിലുണ്ട് അവര്. പക്ഷെ ഇവിടെ നാട്ടുകാരൊക്കെ ഈ പറമ്പിൽ കൂടി കയറി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു ഭീഷണിയാണ്. നമ്മളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പറയാൻ പറ്റില്ല, പാമ്പാണ്. പിന്നെ മൊത്തത്തിൽ ഇവിടെ കാടാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. എങ്ങോട്ടാ പോകുന്നത്, എവിടെ ഇരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ പറമ്പിൽ ഇപ്പൊ ഉണ്ടോന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അവർക്ക് തോന്നിയത് പോലെയാണ് നമ്മൾ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ അവിടെ ശിവനുണ്ട്. ശിവന്റെ അവിടെ നിങ്ങൾക്ക് അറിയാലോ. ശിവന്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ പുഞ്ചിരിയും പാമ്പും കൂടി കളിച്ചത്. നമ്മുടെ ശിവനെ അറിയത്തില്ല എല്ലാവർക്കും. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ എന്തെങ്കിലും കാണാൻ അല്ലെ വേണ്ട. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നമ്മുടെ ശിവനെ നിങ്ങൾ ശരിക്കും പോയി കണ്ടോട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്കിതാ അടിച്ച് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി അടിച്ച് കരിയിലകൾ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് ആക്കണം. അത് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം അത് അടിച്ച കരിയിലകൾ ഇച്ചിരി ധാരാളം ഉണ്ട്. കണ്ടോ, ഒരു കുഞ്ഞുണ്ടല്ലേ കാവാറ്റി. കുഞ്ഞു കരിയിലകളുണ്ട്. ഒരു മരത്തിന്റെ മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് കരികില റബ്ബറിന്റെ ഫുള്ള് ഇലകൾ ഉണങ്ങി പോവാണ്. അമ്പ, ഇത് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, നല്ല കിളികിളി സൗണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ കയറി ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പറമ്പില് നമ്മുടെ കരികിലകൾ കൂട്ടിയിടുന്നു. കണ്ടോ, ഒരുപാട് കരികിലകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. A few moments later. ഗായ്സ്, ഒരു കുന്ന് കരിയില ഞാനിത് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇത്രയും നേരത്തെ കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ സർക്കസ് കാണിച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതാ ബാക്കിയുള്ള കരിയിലകൾ. ഇതാ ഇവിടെയൊക്കെ ഇത്രയും നല്ല രസമായി നീറ്റായി കേട്ടോ. അപ്പൊ അടുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പം അടുത്തിടേക്കാൾ അപ്പുറത്തായിട്ട് ഇനിയും കരിയില വീഴും. നോക്ക്. ഓ, കരിയിലതാ മോളിൽ നിന്ന് റബ്ബർ മരത്തിന് വീഴുന്നുണ്ട്. അപ്പൊ അമ്മച്ചി ചൂലെടുത്ത് പുറകെ വന്നിട്ടുണ്ട്. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഗായ്സ്, അമ്മച്ചിക്ക് അടിക്കല. അമ്മച്ചി അവിടെ നിന്ന് ഭയങ്കര അടിയാണ്. അപ്പൊ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചുകൊണ്ടേ പോവാട്ടോ ഗായ്സ്. പിന്നെ ഒരു കൊന്നും കൂടി നമുക്ക് അടിക്കണ്ട. അപ്പൊ നമ്മളിനി പറഞ്ഞ പോലെ നമ്മുടെ പൂമരത്തിന്റെ മഞ്ഞ പൂക്കൾ, ഇതാ ഒരുപാട് മഞ്ഞ പൂക്കളുകൾ ഇത് കണ്ടോ വീട് കിടപ്പുണ്ട്. അപ്പൊ ഇവന്മാരൊക്കെ നമുക്കിന്ന് അടിച്ചു കളയണം. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് നീ കരിയില മാത്രം എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ വാവാറ്റെ? അതെ. അതുകൊണ്ട് തന്നെ നമുക്കിത് മൊത്തത്തിൽ അടിച്ചു കളയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ അടിക്കാതെ ഒരുപാട് നോക്കിച്ച് എന്തോരം കരിയില. പുഞ്ചി നിന്നെ നോക്കുന്നു. കുഞ്ഞി പുഞ്ച പഠിച്ച തന്നെ കുലി. ഓ, കണ്ടോ ഗായ്സ്, ഇവിടെ കരിയിലകൾ ഒളിച്ചു കിടപ്പുണ്ട്. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ സൈഡൊക്കെ ചേർത്ത് ഈ കാണുന്ന ഈ കാടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നുള്ളണം എന്നാണ് പറയാ. അതായത് നമ്മൾ കാണുന്ന കാടൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞ് സൈഡിലുള്ള കരിയിലൊക്കെ തട്ടിച്ച് അടിച്ചിട്ടിട്ട് വേണം അടിച്ചു വരാൻ. ഇങ്ങനെ നമുക്ക് അടിച്ചു വരാവേ. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയൊക്കെ വേണം.
ഗായ്സ് ഇടയ്ക്ക് നിവർന്നൊക്കെ നിന്ന് പതുക്കെ വിശ്രമിച്ചിട്ടൊക്കെ വേണം നമ്മൾ അടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നടുവൊടിഞ്ഞു പോകും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാ ഇവിടേക്ക് ഒരുപാട് കരികിലകൾ വീണിട്ടുണ്ട്. അത് അങ്ങോട്ട് തന്നെ അടിച്ചാ പോരെ? മതിയോ? അത് അങ്ങോട്ട് അടിച്ചാ മതിയോ? അല്ല, അതുകൊണ്ട് അടിക്കാം. ഇതും കൂടി ഇങ്ങോട്ട് തട്ടിച്ച് അടിച്ചിടണം. അപ്പോൾ ഇവിടെ പോകുന്ന കരികിലല്ല ഉള്ള പൂക്കളാണ് ഗായ്സ് കാണാനുള്ളത് അല്ലേ? അതെ അതെ അതെ. നമ്മുടെ ഈ കുളത്തിന്റെ അടുത്ത് മതി ഗായ്സ്. നമ്മുടെ ഈ കുളത്തിന്റെ അടുത്ത് കണ്ടോ, കുളക്കരയുടെ അടുത്തും ഒരുപാട്. കുളത്തിനുള്ളിൽ രാവിലെ ഞാനൊന്ന് കരികില പെറുക്കി കളഞ്ഞതാണ്. അതാ വീണ്ടും ആയല്ലോ. കുളത്തിന് കരികില വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് നമുക്ക് അടിക്കുന്നതിൻ്റെ ഒപ്പം കൂട്ടിയിടണം. അപ്പൊ അമ്മക്ക് നമുക്ക് ഇത്രയും അടിച്ചു തന്നിട്ടുണ്ട്. അല്ല ശരി. അപ്പൊ ഇവിടുത്തെ ചെടി നശിപ്പിക്കുന്ന ആൾക്കാർ പാറാന്നറിയോ? പൂച്ചക്കോട്ടന്മാരാണ്. കളിച്ച് കളിച്ച് ഒരേ ഇല ഒടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മ നട്ട ചെടികളെല്ലാം കളഞ്ഞിട്ടുണ്ട്. അത് കളിക്കാൻ വേണ്ടി പോവും. അവിടെ പിന്നെ കിടന്ന് ഇങ്ങനെ കളിയായിരിക്കും. അപ്പൊ അമ്മച്ചി നമുക്ക് ഇതാ ഇതിലേക്ക് കരികിലകള് ബാക്കി അടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് കളയണ്ട. അത് പിന്നെ നമുക്ക് അതാ സുന്ദരൻ വീട്ടിലെത്തി, പേടിച്ചു. ആ മമ്മ ഞെട്ടിപ്പോയടാ. അത്രയും ധൈര്യം കേട്ടോ. കണ്ടല്ലോ. അതെ അതെ, ഒരു കാറ്റ് വീശുന്ന പോലെ അങ്ങ് പോയി. അടിക്കല് ഭയങ്കര പണിയല്ലേ. കുളത്തിലുള്ള കരികില ഞാൻ പെറുക്കിയതാണ്. നമ്മുടെ പോക്കാച്ചിമ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഇത് പോക്കാച്ചി അതാ പോയോ? താഴേക്ക് ഇപ്പൊ കയറി വന്നോളൂ. അതെ വന്നു. ഇത് പോക്കാച്ചി കുട്ടിയാണോ? അതേലോ. പോക്കാച്ചിയാണോടാ? ഇവിടെ പോക്കാച്ചി കുട്ടി എന്റെ അടുത്തേക്ക് എങ്ങനെ വരുമോ? നീങ്ങി നീങ്ങി വരുന്നുണ്ട് ആള്. ഭയങ്കര കൂട്ടാട്ടോ ഗൈസ്. നമ്മുടെ പെറ്റാണ്. നമ്മുടെ പെറ്റാണ്. എന്റെ എവിടെ പോയി? കാണുന്നില്ലേ? ഒളിച്ചേക്കണ്ടേടാ. ഒളിച്ചേക്കണ്ടാണ്. ഇവിടെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. പോക്കാച്ചിന് ആദ്യം പേടിയാണോ? എന്താ മറ്റേ ഇപ്പൊ ഇതേ കണ്ണും പിടിച്ചോണ്ട് പോക്കാച്ചി ഇരിക്കുകയാണ്. കുഞ്ഞാറ്റി ദേമച്ചി അവന് മസാജ് ചെയ്യുന്ന ഇഷ്ടാ. രാവിലെ ഫുൾ മസാജ് ചെയ്യായിരുന്നു. അതെ അതെ, നമ്മള് ആണല്ലേ. വെറുതെ അല്ല. അതാണിപ്പൊ നോക്ക്, അവന് തൊടുന്ന ഭയങ്കര ഇഷ്ടാ. ചൊറിഞ്ഞു കൊടുക്കുന്നത് എന്തിഷ്ടാ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ പോക്കാച്ചി കുഞ്ഞാണ് കേട്ടോ. പോക്കാച്ചി കുഞ്ഞിനെ അമ്മച്ചി അടിച്ചാലാണ് തീർക്കലേയും കൊണ്ട് പുറം ചെറിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് രാവിലെ വേണ്ട മനസ്സിൽ മസാജ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ചാടിച്ചാടി അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ള കരിയില മുഴുവൻ എന്ത് ചെയ്യണം, ഇതിനുള്ളിലേക്ക് ആക്കണം കേട്ടോ ഗായ്സ്. തലയിലും ഉണ്ട് സ്ലൈഡ് പോലെ. കുടുങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നെ വരില്ല. സത്യം, ദേഷ്യം വരും. കഴിയില്ല, തലയിലും വീണോ? അതുകൊണ്ടാണേ നിറച്ച് കരിയിലകള്. ഇപ്പൊ റബ്ബറിന്റെ ഇല കൊഴിയുന്ന ടൈം ആയതുകൊണ്ടാണ് ഗായ്സ് ഇത്രയും കരിയിലകൾ നമുക്ക് കൂടാൻ കാരണം. ഓ മൈ ഗോഡ്, ഒരു കൂട്ടം നമുക്ക് അടിക്കാനുണ്ട്. അപ്പൊ ഈ പൂക്കൾക്ക് നല്ലൊരു ടൈപ്പ് നല്ലൊരു ഫ്രാഗ്രൻസ്, നല്ലൊരു ടൈപ്പ് ഈ തേനിന്റെ ഒക്കെ സ്മെല്ല് പോലെ നല്ല മണാണേ. അപ്പം ഇപ്പൊ ഇവിടുന്ന് അടിച്ച് എനിക്കിങ്ങനെ ഇവിടേക്ക് കരികിലകൾ കൂട്ടുന്ന ടൈമില് നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല കരികിലേന്റെ കരികിലേന്റെ പൂവിന്റെ നല്ല മണമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കരികിലെല്ലാം കൂടുന്നു. അപ്പൊ ഈ കൊട്ടയും കുപ്പവാരിയും എടുത്തിട്ട് ഈ കോരിക്കൊണ്ട് കൊണ്ടക്കളഞ്ഞത് ഭയങ്കര ഡിഫിക്കൾട്ടുള്ള പരിപാടിയാണ് അല്ലേ? അതെ അതെ, ചുമക്കല് ഭയങ്കര കഷ്ടമാണ്. കാര്യം വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതന്നെ, എന്താ പറയാ, ഒത്തിരി കരികിലകളുണ്ട് അല്ലേ? അതെ, ഇവിടെ ഉണ്ട്. റബ്ബർ മരം മുഴുവനും കൂടി പൊഴിഞ്ഞോന്നാണ് ഞാൻ ഓർക്കുന്നത്. കുറച്ച് ലീവ്സ് അതന്നെ ബാക്കിയുള്ളൂ അല്ലേ? കുറച്ചേ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പിന്നെ മിച്ചം അടിച്ചാൽ പിന്നെ പിറ്റേ ദിവസം അടിക്കാൻ ഈർക്കിലി കാണില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, സത്യം
അത് ഞാൻ കണ്ടില്ല. ഒന്നാമത് അമ്മച്ചിക്ക് അടിച്ചു വരുന്ന ദേഷ്യം. ഓക്കെ, അപ്പം ഇതാ ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഫിനിഷ് ആയി ഗൈസ്. ഫിനിഷ് ആയി. പക്ഷെ നമ്മൾ അടിക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അല്ലേ? അതെ, ഒരു ഇതുപോലും പാടില്ല, ഇല പോലും പാടില്ല. അതെ അതെ അതെ. അങ്ങനെയാണ് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത്രയും വൃത്തിക്ക് അടിക്കാം. പിന്നെ വീഴുന്നത് നമുക്ക് പിന്നെ അടിക്കാം. രാവിലെ വൈകുന്നേരം മിറ്റം അടിക്കുന്നവരുണ്ടാവും അല്ലേ? അതെ അതെ അതെ. സന്ധ്യയ്ക്കും മിറ്റം പിന്നെ അടിക്കുന്നതിനെ സീനില്ല. പക്ഷെ ഈ വഴി എപ്പോഴും വന്ന് അടിക്കാൻ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മുറ്റം അടിക്കൽ അല്ല, വഴി അടിക്കൽ, സോറി എപ്പോഴും മുറ്റുന്ന വരും. വഴി അടിക്കൽ അങ്ങനെ ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കൂടി നിങ്ങളൊന്ന് നോക്കി നോക്കും. അതോ നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ച് മാറിയപ്പോഴേക്ക് ഇതേ ഒരുപാട് റബ്ബറിൻ്റെ ഇലകൾ വീണ്ടും വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞ പോലെ അപ്പുറം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ അടിച്ചു മാറൽ കർത്തവ്യം ഇവിടെ ഇതാ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഈ റബ്ബറിൻ്റെ ഇലകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരട്ടി ആവും. അപ്പോൾ എന്തായാലും അടിച്ചു വാരി ഏകദേശം എൻ്റെ നടുവിൻ്റെ തീരുമാനമായിട്ടുണ്ട്. ആ യെസ്, ശിശിരകാലത്തിലാണ് ഇങ്ങനെ ഇല പൊഴിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ചൂലുമഹാൻ. അപ്പൊ അങ്ങനെ ഞാനും ചൂലും കൂടി എന്ത് ചെയ്യാൻ പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് അടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ നിന്നെ ഞാൻ നാളെ രാവിലെ എടുക്കാം. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ. അതിനു മുമ്പ് ഒന്ന് കാണിച്ചു കൊടുക്ക വ്യൂ, ആദ്യം മുതൽ അവസാനം വരെ. വാ എന്റെ കൂടെ വാ, വരൂ ഗൈസ്. നമ്മുടെ വഴി നമുക്ക് കാണണ്ടേ? യെസ്, നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് ഞാൻ അടിച്ച് വൃത്തിയാക്കിയത്. അതേപോലെ വൃത്തിയായി അല്ലേ? ഇതൊക്കെ ഞാൻ നിങ്ങൾ അടിച്ച് മാറിയപ്പോഴാണ് ഈ ബാക്കിയുള്ള ഇലകളൊക്കെ വീണേക്കുന്നത് അല്ലേ മറ്റേ? അതെ അതെ അതെ. നമ്മുടെ വഴി ഞാൻ അടിപൊളിയായി കൂൾ. ഞാൻ പോട്ടെ. ഓ മൈ ഗോഡ്.